നമസ്കാരം. കിട്ടിയ അവസരത്തിന് ഗോളടിക്കാമെന്ന് കരുതി ഇറങ്ങിപ്പുറപ്പെട്ട സോണിയാഗാന്ധിക്കും മകൻ രാഹുൽ ഗാന്ധിക്കും മകൾ പ്രിയങ്ക ഗാന്ധിക്കും നല്ല അസൽ ഉശിരൻ അട്ടിയാണ് കിട്ടിയിരിക്കുന്നത്. ഷഹസാദ് പൂനാവാല വെട്ടി തുറന്നു പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസിന്റെ ഈ കണ്ട അധപതനത്തിനു കാരണം സോണിയാഗാന്ധിയും ഈ പറയുന്ന രണ്ട് മക്കളുമാണ് എന്നുള്ളത്. കഴിവുകെട്ട ഇവരെയൊക്കെ അട്ടിച്ച് പുറത്താക്കി പുണ്യാഹം തളിച്ചാൽ ഇനി ആ പാർട്ടിയിലേക്ക് തിരിച്ചു വരാം എന്നൊരു നേതാവ് അല്ല ആരും ആയിക്കൊള്ളട്ടെ വിളിച്ചു പറയുമ്പോൾ എന്തൊരു ഗതികേടാണെന്ന് ഓർക്കണം കോൺഗ്രസ് പ്രസ്ഥാനത്തിന്. പ്രതീക്ഷിച്ചതിലും വലിയ ഒരു തിരിച്ചടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. കാരണം മറുപടി പറഞ്ഞത് BJPയുടെ എതിരാളിയല്ല, കോൺഗ്രസിന്റെ പഴയ രാഷ്ട്രീയ കുടുംബത്തിൽ നിന്നെത്തി പിന്നീട് BJPയുടെ ദേശീയ വക്താവായ ഷഹസാദ് പൂനാവാലയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കോൺഗ്രസിനൊരു രാഷ്ട്രീയ പരിഹാസം മാത്രമല്ല, ഒരു പാർട്ടിയുടെ ഉള്ളടക്കം, നേതൃത്വം, സംഘടനാ സംസ്കാരം, ഭാവി എന്നിവയെക്കുറിച്ച് ഉയരുന്ന ഏറ്റവും അസ്വസ്ഥമാക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നുകൂടിയാണ്. രാഹുൽ ഗാന്ധിയെ മാറ്റണം, സോണിയാഗാന്ധിയെ മാറ്റണം, പ്രിയങ്ക ഗാന്ധിയെയും മാറ്റണം. അങ്ങനെ ചെയ്താൽ മാത്രമേ കോൺഗ്രസിലേക്ക് മടങ്ങി വരുന്നതിനെക്കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യൂ എന്നുള്ളതാണ് പറഞ്ഞത്. അതോടൊപ്പം കോൺഗ്രസിലേക്ക് ഇപ്പോൾ മടങ്ങാൻ തനിക്ക് താല്പര്യമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. ഇതിൽ രാഷ്ട്രീയപരമായി ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. കോൺഗ്രസിന്റെ പ്രശ്നം BJP ആണെന്ന് കോൺഗ്രസ് വർഷങ്ങളായി പറയുന്നു. പക്ഷേ കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയ ഒരാൾ പറയുന്നത് പ്രശ്നം കോൺഗ്രസിന്റെ നേതൃത്വത്തിനുള്ളിലാണ് എന്നുള്ളതാണ്. ഇത് തന്നെയാണ് യഥാർത്ഥ രാഷ്ട്രീയ ചോദ്യവും ഇന്നത്തെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ഗതികേടും. കോൺഗ്രസ് ഒരിക്കൽ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരുന്നു, അതിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് BJPയെ നേരിടാൻ പോലും ദേശീയ തലത്തിൽ ശക്തമായ സംഘടനാശേഷി നിലനിർത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പാർട്ടി ചുരുങ്ങി ചെറുതായിരിക്കുന്നു. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വെറും 44 സീറ്റുകളാണ് ലഭിച്ചത്. 2019 അത് 52ആയി. 2024 99 സീറ്റിലേക്ക് തിരിച്ചു വന്നത് തീർച്ചയായും പാർട്ടിക്ക് പുരോഗതിയായിരുന്നു. അതോടെയാണ് രാഹുൽ ഗാന്ധി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായത്. പക്ഷെ ചോദ്യം ഇതാണ്, 99 സീറ്റിലെത്തിയത് കോൺഗ്രസിന്റെ പുനർജന്മമാണോ അതോ തകർന്നു പോയ ഒരു പാർട്ടിക്ക് ലഭിച്ച താൽക്കാലിക രാഷ്ട്രീയ ആശ്വാസമോ? ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ കഴിഞ്ഞൊരു ദശാബ്ദം പരിശോധിച്ചാൽ BJPയുടെ വളർച്ചയും കോൺഗ്രസിന്റെ ദൗർബല്യവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതായി കാണാം. 2014 BJP ഒറ്റയ്ക്ക് 282 ലോക്സഭാ സീറ്റുകൾ നേടി അധികാരത്തിലെത്തിയ പാർട്ടിയാണ്. അതോടെ 1984 ശേഷം ആദ്യമായി ഒരു പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കാൻ സാധിച്ചു. അതേ തിരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രകടനങ്ങളിലൊന്ന് നടത്തിയത്, 44 സീറ്റുകൾ മാത്രം. അതിനെ തുടർന്ന് കോൺഗ്രസിന് നിരവധി സംസ്ഥാനങ്ങളിൽ സംഘടന അടിത്തറ നഷ്ടപ്പെട്ടു. പക്ഷെ ഒരു കാര്യം കോൺഗ്രസ് ഇന്നും തുറന്ന് സമ്മതിക്കാൻ തയ്യാറല്ല, BJPയുടെ വളർച്ചയ്ക്ക് BJP മാത്രമല്ല ഉത്തരവാദി, കോൺഗ്രസിന്റെ ദൗർബല്യവും അതിന് വളമായി എന്നുള്ളത്. ഒരു ശക്തമായ പ്രതിപക്ഷം ഒരു ശക്തമായ ഭരണകക്ഷിയെ ചോദ്യം ചെയ്യുമ്പോഴാണ് ജനാധിപത്യം ആരോഗ്യകരമാവുന്നത്. എന്നാൽ പ്രതിപക്ഷം തന്നെ നേതൃപ്രശ്നത്തിൽ കുടുങ്ങിയാൽ ഭരണകക്ഷിക്ക് രാഷ്ട്രീയമായി വളരാനുള്ള ഇടം സ്വാഭാവികമായി വർദ്ധിക്കും. ഇവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെക്കുറിച്ചുള്ള ചർച്ച അത് അനിവാര്യമാകുന്നത്. 2017 രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനായി. 2019 പരാജയത്തിന് പിന്നാലെ അദ്ദേഹം അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. പിന്നീട് വീണ്ടും പാർട്ടിയുടെ പ്രധാന രാഷ്ട്രീയ മുഖമായി തിരിച്ചെത്തി. 2024 കോൺഗ്രസിന്റെ ലോക്സഭാ അംഗസംഖ്യ 99ആയി ഉയർന്നതോടെ അദ്ദേഹം പ്രതിപക്ഷ നേതാവുമായി. എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ പദവി ലഭിച്ചതോടെ ഒരു പാർട്ടിയുടെ യഥാർത്ഥ സംഘടനാ പ്രതിസന്ധി അത് അവസാനിക്കുന്നില്ല, മറിച്ച് ഉത്തരവാദിത്വം കൂടുകയാണ്. ഇന്ന് രാഹുൽ ഗാന്ധിക്ക് മുന്നിലുള്ള ചോദ്യം BJP എത്ര ശക്തമായി വിമർശിക്കാമെന്നതല്ല, കോൺഗ്രസിനെ എത്ര ശക്തമായി പുനർനിർമ്മിക്കാമെന്നതാണ്. ഇവിടെയാണ് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിന്റെ രാഷ്ട്രീയ പങ്കിനെ കുറിച്ചുള്ള ചോദ്യം ഉയരുന്നത്. സോണിയാഗാന്ധി 1998 മുതൽ 2017 വരെ ദീർഘകാലം കോൺഗ്രസിന്റെ അധ്യക്ഷയായിരുന്നു. അവരുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA 2004 2009 കേന്ദ്രത്തിൽ അധികാരത്തിലെത്തി. അതുകൊണ്ട് സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയ സംഭാവനകളെ മുഴുവനായി നിഷേധിക്കുന്നത് ശരിയല്ല. പക്ഷേ അതേ ചരിത്രം മറ്റൊരു വശം കൂടി കാണിക്കുന്നുണ്ട്. 2014 കനത്ത പരാജയത്തിനു ശേഷം കോൺഗ്രസ് സംഘടനാപരമായി വലിയ പ്രതിസന്ധിയിലേക്ക് വീണു എന്നുള്ളത്. 2019 പാർട്ടിക്ക് നിർണായക തിരിച്ചുവരവ് സാധിച്ചില്ല. അതിനുശേഷവും പാർട്ടിക്കുള്ളിലെ നേതൃപ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല, ഇതുവരെയുമില്ല. ഇതാണ് ഇന്ന് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ദൗർബല്യം. ഒരു ദേശീയ പാർട്ടിക്ക് കുടുംബത്തെക്കാൾ വലിയ സംഘടന വേണം. ഒരു പാർട്ടിയുടെ ഭാവി ഒരു കുടുംബത്തിലെ 3 പേരുടെ രാഷ്ട്രീയ സാന്നിധ്യവുമായി മാത്രം ബന്ധിപ്പിക്കും
സൂചിപ്പിക്കപ്പെടുമ്പോൾ അവിടെ ജനാധിപത്യ സംഘടനാ സംവിധാനത്തിന്റെ ശക്തിയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയരുന്നത് സ്വാഭാവികമാണ്. രാഹുൽ, സോണിയ, പ്രിയങ്ക മൂവരും രാഷ്ട്രീയമായി പ്രസക്തരായ നേതാക്കളാണ്. പക്ഷേ കോൺഗ്രസിന്റെ ഓരോ പ്രതിസന്ധിക്കും പരിഹാരമായി വീണ്ടും വീണ്ടും ഈ 3 പേരിലേക്കാണ് പാർട്ടി നോക്കുന്നതെങ്കിൽ അതുതന്നെ കോൺഗ്രസിന്റെ നേതൃപ്രതിസന്ധിയുടെ തെളിവാണ്. പ്രിയങ്ക ഗാന്ധി 2019 കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയായി. 2024 വയനാട് ഉപതെരഞ്ഞെടുപ്പിലൂടെ ലോക്സഭയിലേക്കും എത്തി. അതോടെ ചോദ്യം കൂടുതൽ പ്രസക്തമാവുകയാണ്. കോൺഗ്രസ് ഒരു ദേശീയ സംഘടനയാണോ അതോ ഒരു രാഷ്ട്രീയ കുടുംബത്തെ ചുറ്റിപ്പറ്റിയുള്ള ദേശീയ സംഘടനയാണോ? ഈ ചോദ്യത്തിന് കോൺഗ്രസ് തന്നെ മറുപടി പറയണം. കാരണം BJPയെ നേരിടാൻ കോൺഗ്രസിന് ആദ്യം വേണ്ടത് BJP വിരുദ്ധ മുദ്രാവാക്യങ്ങളല്ല, സ്വന്തം സംഘടനയ്ക്കുള്ളിലെ ആത്മപരിശോധനയാണ്. നരേന്ദ്രമോദിയെ എത്ര തവണ വിമർശിച്ചു എന്നതല്ല ഒരു പാർട്ടിയുടെ ശക്തിയുടെ അളവുകോൽ. എത്ര പുതിയ നേതാക്കളെ വളർത്തി, എത്ര സംസ്ഥാനങ്ങളിൽ സ്വതന്ത്രമായ സംഘടനാ ശേഷിയുണ്ട്, എത്ര യുവാക്കൾക്ക് തീരുമാനമെടുക്കാനുള്ള അധികാരം നൽകി, എത്ര ശക്തമായ പ്രാദേശിക നേതാക്കളെ കേന്ദ്ര നേതൃത്വം വളരാൻ അനുവദിച്ചു, എത്രത്തോളം ആന്തരിക ജനാധിപത്യമുണ്ട്, ഇവയാണ് യഥാർത്ഥ ചോദ്യങ്ങൾ. ഇതിന് കോൺഗ്രസിന് വ്യക്തമായ ഉത്തരമില്ലെങ്കിൽ BJPയെ കുറ്റപ്പെടുത്തി മാത്രം ഈ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. ഇവിടെയാണ് ഷഹദാദ് പൂനാവാല പോലുള്ളവരുടെ വാക്കുകൾ രാഷ്ട്രീയമായി പ്രസക്തമാകുന്നത്. അദ്ദേഹം BJPയിൽ നിന്ന് രാജിവെച്ചത് തന്നെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സംഭവ വികാസത്തിലെ മറ്റൊരു പ്രധാന വസ്തുതയാണ്. 2026 ഓഗസ്റ്റ് 17 അദ്ദേഹം BJPയിലെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാജിവെച്ചു. സാമ്പത്തികവും വ്യക്തിപരവുമായ സമ്മർദ്ദങ്ങളാണ് രാജിക്ക് കാരണമെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. അതവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് അദ്ദേഹം BJP പറയുന്ന ഓരോ വാക്കും BJPയുടെ ഔദ്യോഗിക നിലപാടായി ഈ അവസരത്തിൽ കണക്കാക്കാനാകില്ല എന്നതാണ് പ്രസക്തം. പക്ഷേ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കോൺഗ്രസിനെ കുറിച്ചുള്ള വിമർശനം അപ്രസക്തമാകുന്നതുമില്ല. കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ ദൗർബല്യത്തെക്കുറിച്ചാണ്. പലരും തുറന്നു പറയാൻ മടിക്കുന്ന ദൗർബല്യത്തെക്കുറിച്ച്. നേതൃത്വത്തിന്റെ കേന്ദ്രീകരണം. ഒരു പാർട്ടിക്ക് വളരാൻ പുതിയ തലമുറ വേണം, പുതിയ ആശയങ്ങൾ വേണം, പുതിയ നേതാക്കൾ വേണം, പുതിയ രാഷ്ട്രീയ ഭാഷ വേണം. പക്ഷേ കോൺഗ്രസിന് ഓരോ തവണയും പഴയ കുടുംബ രാഷ്ട്രീയത്തിന്റെ ചുറ്റളവിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാതെ വരുമ്പോൾ BJPക്ക് അതിന്റെ രാഷ്ട്രീയ നേട്ടം സ്വാഭാവികമായി ലഭിക്കും. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJP എന്നൊരു തിരഞ്ഞെടുപ്പ് യന്ത്രം മാത്രമല്ല, ബൂത്ത് തലത്തിൽ നിന്ന് ദേശീയ തലം വരെ പ്രവർത്തിക്കുന്ന വലിയ സംഘടനാ ഘടനയാണ് അതിന്റെ ശക്തി. അതിന്റെ രാഷ്ട്രീയ വിജയത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് സംഘടന. നരേന്ദ്രമോദിയുടെ ജനപ്രീതി അതിന്റെ ഒരു ഭാഗമാണ്. അമിത്ഷായുടെ സംഘടനാ തന്ത്രം മറ്റൊരു ഭാഗമാണ്. പക്ഷെ അതിനൊപ്പം BJPയുടെ താഴെത്തട്ടിലെ പ്രവർത്തകരുടെ നിരന്തരമായ സംഘടനാപരമായ പ്രവർത്തനം നിർണായകമാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കോൺഗ്രസ് ഇതിന് തുല്യമായ സംഘടനാ ശക്തി സൃഷ്ടിക്കാത്തിടത്തോളം കാലം ഡൽഹിയിൽ എത്ര വലിയ പ്രസംഗം നടത്തിയാലും സോഷ്യൽ മീഡിയയിൽ എത്ര വലിയ ക്യാമ്പയിൻ നടത്തിയാലും BJPയെ ദേശീയ തലത്തിൽ മറികടക്കുക എളുപ്പമല്ല. അതിനാൽ ഇന്ന് കോൺഗ്രസിനെ BJPയെ തോൽപ്പിക്കാൻ ഒരു പുതിയ മുദ്രാവാക്യം വേണ്ട, പക്ഷെ ഒരു പുതിയ സംഘടന വേണം, ഒരു പുതിയ നേതൃത്വ സംസ്കാരം വേണം. ഒരു കുടുംബത്തെ ചുറ്റിപ്പറ്റിയല്ലാത്ത, പ്രവർത്തകരെ ചുറ്റിപ്പറ്റിയുള്ള ഒരു പാർട്ടിയും നേതൃത്വവും വേണം. അതിനേക്കാൾ പ്രധാനമായി വിമർശനത്തെ ഭയക്കാത്ത ഒരു പാർട്ടി നേതൃത്വം വേണം. ഷഹസാദ് പൂനാവാല പറഞ്ഞത് കോൺഗ്രസിന് ഇഷ്ടപ്പെടണമെന്നില്ല. അത് കേട്ട് കോൺഗ്രസ് പ്രകോപിതനാകാനും സാധ്യതയുണ്ട്. പക്ഷെ ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ പക്വത എന്നത് വിമർശനം കേൾക്കാനുള്ള ശേഷിയിലാണ്, തിരുത്താനുള്ള ആർജവത്തിലാണ്. കാരണം പുറത്തുനിന്നുള്ള വിമർശനങ്ങളെല്ലാം BJPയുടെ ഗൂഢാലോചനയാണെന്ന് പറഞ്ഞ് തള്ളിയാൽ ഒരു ദിവസം പാർട്ടിക്കുള്ളിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ കാണാതെ പോകും. അത് പിന്നീട് പുകഞ്ഞ് പൊട്ടിത്തെറിക്കും. ഇന്ന് കോൺഗ്രസിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ശത്രു BJP അല്ല, കോൺഗ്രസ് തന്നെ തിരിച്ചറിയാതെ പോകുന്ന സ്വന്തം ദൗർബല്യങ്ങളാണ്. BJPയെയും മോദിയെയും അമിത്ഷായെയും BJPയുടെ നയങ്ങളെയും ഒക്കെ വിമർശിക്കാം. അതെല്ലാം ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. പക്ഷെ അതിനൊപ്പം കോൺഗ്രസ് സ്വന്തം കണ്ണാടിയിലേക്കും നോക്കണം. 2014 44 നിന്ന് 2024 99 എത്തിയ യാത്രയെ മാത്രം ആഘോഷിച്ചാൽ പോരാ. 543 അംഗ ലോക്സഭയിൽ ഒരു ദേശീയ ബദൽ എന്ന നിലയിൽ സ്വയം തെളിയിക്കാൻ കോൺഗ്രസിന് ഇനിയും എത്ര ദൂരം പോകാനുണ്ട് എന്നതാണ് യഥാർത്ഥ ചോദ്യം. ഇന്ന് ഷഹദാദ് പൂനാവാലയുടെ വാക്കുകൾ കോൺഗ്രസിന്റെ വാതിൽ മുട്ടുകയാണ്. ആ വാതിൽ തുറന്ന് കോൺഗ്രസ് അകത്തേക്ക് നോക്കുമോ അതോ വീണ്ടും BJPയെ കുറ്റപ്പെടുത്തി വാതിൽ കൊട്ടിയടയ്ക്കുമോ? അതാണ് ഇനി കാണേണ്ടത്. കാരണം ഇന്ത്യയുടെ ജനാധിപത്യത്തിന് ശക്തമായ ഭരണകക്ഷി മാത്രമല്ല, ശക്തമായ പ്രതിപക്ഷവും ആവശ്യമാണ്. പക്ഷേ ആ പ്രതിപക്ഷം ശക്തമാകണമെങ്കിൽ ആദ്യം അതിന്റെ നേതൃത്വം ശക്തമാകണം. നേതൃത്വം ശക്തമാകണമെങ്കിൽ സംഘടന ശക്തമാകണം. സംഘടന ശക്തമാകണമെങ്കിൽ കുടുംബത്തിന്റെ നിഴലിൽ നിന്ന് പ്രവർത്തകർ പുറത്തേക്ക് വരാനുള്ള അവസരം വേണം. അതിനുള്ള തന്റേടം കാണിക്കണം. അതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ യഥാർത്ഥ പരീക്ഷണം. BJPയെ തോൽപ്പിക്കുന്നതിന് മുൻപ് കോൺഗ്രസ് സ്വന്തം ദൗർബല്യത്തെ തോൽപ്പിക്കണം.